ലഹരി ഉപയോഗത്തിന് ഇൻസ്റ്റന്റ് വഴികൾ തേടുകയാണ് നമ്മുടെ കുട്ടികൾ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ സർക്കാർ പ്രത്യേകിച്ച് അധികാരത്തിൽ വന്ന ശേഷം ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നടത്തുന്ന വ്യാപകമായ റെയ്ഡുകൾ, അതിൽ പിടിക്കപ്പെടുന്ന നിരവധി കേസുകൾ, ഏറ്റവും ഒടുവിൽ 3 അധ്യാപികമാർ, നമ്മുടെ സമൂഹത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് 3 അധ്യാപികമാർ പോലും ലഹരി വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന വാക്കുകൾ വലിയ ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. പക്ഷേ അപ്പോഴും പല വിധത്തിലുള്ള മാർഗങ്ങൾ തേടിയാണ് ഈ ലഹരി കടത്തുകാർ അല്ലെങ്കിൽ ലഹരി വിതരണം ചെയ്യുന്നവർ കുട്ടികളെയും മറ്റും വലയിലാക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇൻസ്റ്റന്റ് വഴികൾ തേടുന്ന നമ്മുടെ കുട്ടികളുടെ വാർത്തയാണ്. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ നിറച്ച് പുകയ്ക്കാനുള്ള പ്രീ റോൾ കോണുകൾ അവർക്ക് കയ്യെത്തും ദൂരത്ത് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇൻസ്റ്റാമാർട്ടിൽ പ്രീ റോൾ കോണുകളുടെ ആവശ്യക്കാരിൽ ഏറെയും സ്കൂൾ കുട്ടികളാണ്. ന്യൂസ് 18ൻ്റെ വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തിലേക്ക് പോകാം. സംസ്ഥാനത്ത് ലഹരിയുടെ അടിവേരിറക്കുന്ന പ്രവർത്തനങ്ങളുമായാണ് ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ സ്വപ്ന പദ്ധതിയാണ് തൂഫാൻ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയും ആശ്വാസവുമാണ് തൂഫാൻ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാക്കിയിട്ടുള്ളത്. എന്നാൽ ലഹരി ഉപയോഗത്തിന് പുതിയ വഴികൾ തേടുന്നവർ കുറവല്ല. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളടക്കം ഇൻസ്റ്റന്റായി ലഹരി ഉപയോഗിക്കാനുള്ള വഴികൾ അവർക്ക് മുന്നിൽ തുറക്കപ്പെടുകയാണ്. അതെങ്ങനെയെന്ന് പരിശോധിക്കും. ഓർഡർ ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ നിത്യോപയോഗ സാധനങ്ങൾ കയ്യിലെത്തിക്കുന്ന ഓൺലൈൻ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ ഒരർത്ഥത്തിൽ വലിയ ആശ്വാസമാണിത്. പക്ഷേ അവയും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? ഇൻസ്റ്റാമാർട്ടിൽ പ്രീ റോൾ കോൺ എന്ന് സെർച്ച് ചെയ്താൽ ഇത്തരത്തിൽ നിരവധി ഓപ്ഷനുകൾ തുറക്കപ്പെടും. പല നിറത്തിൽ, പല വിലയിൽ, പല സൈസിൽ പ്രീ റോൾ കോണുകൾ സുലഭം. എന്താണ് ഇതെന്നറിയാൻ ഞങ്ങളും ഓർഡർ ചെയ്തു. 4 മിനിറ്റിൽ സാധനം കയ്യിൽ കിട്ടി. അല്പസമയം മുമ്പ് ഇൻസ്റ്റാമാർട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത പ്രീ റോൾഡ് കോണാണിത്. അത് ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെ തുറക്കുമ്പോൾ പല രൂപത്തിലുള്ള കോണുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്താണ് കൃത്യമായി ഇതിൻ്റെ ഉദ്ദേശമെന്ന്. അങ്ങനെ ഉപയോഗിക്കുന്ന ലഹരി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയിട്ടുള്ള കോണുകളാണ്. പ്രീ റോൾ കോണുകളുടെ ഉപയോഗം എന്താണ്? മെറ്റ AI പറയുന്നത് ഇങ്ങനെ: കൃത്യമായി കുറച്ചുകൂടി അവരുടെ ജോലി കുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ കോണുകളാക്കി മാറ്റിയ പേപ്പറുകളാണ്. ഈ രീതിയിലാണ് അത് കിട്ടുന്നത്. ഇത് പല രൂപത്തിലുണ്ട്. കുറച്ചുകൂടി കട്ടിയുള്ള മെറ്റീരിയലുള്ള കോണുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് വളരെ ഇൻസ്റ്റൻ്റായിട്ട് ആളുകൾക്ക് ഈ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പം ഇത് കിട്ടാനുള്ള വഴികളാണിപ്പോൾ ഇൻസ്റ്റാമാർട്ട് വഴി തുറന്നിരിക്കുന്നത്. റോളുകൾ റെഡി. ഇനി ആരാണ് ഇത്തരം കോണുകൾ കൂടുതൽ ഓർഡർ ചെയ്യുന്നത്? ആരാണ് ഇവ ഉപയോഗിക്കുന്നത്? ഒരു ഡെലിവറി ബോയുടെ
അനുഭവം കേൾക്കാം. മുമ്പ് ഈ കോൺ എന്ന് പറയുന്ന സാധനം വന്നിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായിട്ടില്ല. ഒരു 3 മാസം. അതിന് മുമ്പ് ഒരു പേപ്പറായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ടാണ് ഈ കോൺ എന്ന് പറയുന്ന സാധനം വരുന്നത്. അതിൽ വ്യക്തമായിട്ട് ആ പാക്ക് ഞങ്ങൾ ചാറ്റ് GPT കിട്ടും നോക്കുമ്പോൾ അത് പുകയില ഉൽപ്പന്നങ്ങൾ കുത്തി നിറച്ച് വലിക്കേണ്ട സാധനം തന്നെ. ഇത് സ്കൂൾ കുട്ടികളാണ് കൂടുതൽ. ഒരു ദിവസം ഞാൻ തന്നെ 2-3 പരമാവധി കൊടുക്കും. പെൺപിള്ളേരടക്കം സ്കൂൾ കുട്ടികളടക്കം. ഇന്ന് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ ഞാൻ തുഫാനെ സമയം വിളിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് കിട്ടിയില്ല. നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂസ് ആയിട്ട് കിട്ടിയില്ല. ഉണ്ടെങ്കിൽ കൈയോടെ വിളിച്ചിട്ട് പോയിട്ട് ഇന്ന് കൊണ്ട് കൊടുത്ത ഒരു സ്കൂളിലായിരുന്നു ഞാൻ. ഒരു സ്കൂൾ പയ്യനായിരുന്നു കൊണ്ട് കൊടുത്തത്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? വയസ്സ് ഏകദേശം 10-15 വയസ്സ് അത്രേ ആവുള്ളൂ ഒരു പയ്യനെ കാണുമ്പോൾ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവർ ക്യാഷ് ഓൺ ഡെലിവറി പറയാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവൻ എന്റെ പറഞ്ഞ ID ബ്ലോക്ക് ചെയ്യിപ്പിക്കാൻ അവർക്ക് വളരെ ഈസിയാണ്. ഇത് വ്യാപകമാണ്. ഇത് ഒരാൾ ഒരു 3-4 കൊടുക്കണമെങ്കിൽ ഇവിടെ ഈ ഒരു സ്റ്റോറിൽ തന്നെ 50-60 പേരാണ് സ്റ്റാഫുകളാണ്. 24 മണിക്കൂർ തുറന്നു നിൽക്കുന്ന സ്ഥാപനമാണ് ഇൻസ്റ്റാമാർട്ട്. 24 hours ആണ്. 10-20 നഗരത്തിൽ തന്നെ ഒരു 10-25 സ്റ്റോറുകൾ അവർക്കുണ്ട്. അപ്പോൾ എത്രത്തോളം പോകുന്നുണ്ടാവും, കഴക്കൂട്ടം ഭാഗങ്ങളിലൊക്കെ എത്രത്തോളം പോകുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നേരത്തെ ഒരു സിൽവർ പേപ്പർ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. അത് ഇതുപോലെ ഉപയോഗിക്കുമായിരുന്നു അല്ലേ? അത് ഇതിനു വേണ്ടി ആയിരുന്നു. പക്ഷെ നമുക്കത് പല കാര്യത്തിനും അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഇതിനാണത് കൂടുതൽ ആൾക്കാർ. അതിൽ ചിത്രം ഉണ്ടായിരുന്നു. ഈ കഞ്ചാവല്ലേ ചുരുട്ടിന്റെ ചിത്രം അതിലുണ്ടായിരുന്നു. സിൽവർ ഫോയിൽ. ആ കവറിന്റെ പുറത്ത് ഒരു ചുരുട്ട് ഇങ്ങനെ സിനിമയിലെ കാണുന്ന പോലത്തെ ചുരുട്ടിന്റെ ഒരു ചിത്രം അതിൽ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതുള്ളത്. ഇപ്പൊ വളരെ ഈസി ആയിട്ട് അത് സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന രീതിയിൽ. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. സ്കൂൾ കുട്ടികൾ പോലും ലഹരി ഉപയോഗത്തിന് പുതുവഴികൾ തേടുകയാണ്. ഇത്തരത്തിലുള്ള എളുപ്പവഴികൾ നമ്മുടെ കുട്ടികളെ വളരെ വേഗം നാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. ആഭ്യന്തരമന്ത്രി അറിയാനാണ് ലഹരിയുടെ ഒരു വഴി അടയുമ്പോൾ പല വഴികൾ തുറക്കപ്പെടുകയാണ്. അതും പൂട്ടണം, ആ വഴികളും തടയണം. BVR News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.